ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ടും സന്തോഷമുള്ള കാര്യങ്ങളല്ല, വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാം, ഞാനിങ്ങനെ ശുദ്ധീകരാത്മാക്കളെക്കുറിച്ചുള്ള പങ്കുവയ്ക്കലാണ് എപ്പോഴും ചെയ്യാറ്. പിന്നെ എല്ലാ ദിവസങ്ങളുമുള്ള ആഘോഷങ്ങളും പെരുന്നാളുകളൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനും, പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 50 വർഷം മുമ്പ് എന്ന് പറയാം, അന്ന് മുതൽ കിട്ടിയിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ശേഖരങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രാർത്ഥനകളാണ് ഞാൻ പറയുന്നത്. ഞാൻ എഴുതിയ പ്രാർത്ഥനകളല്ല, പിതാക്കന്മാരൊക്കെ എഴുതിയ പ്രാർത്ഥനകൾ, എൻ്റെ അമ്മൂമ്മയുടെയും എൻ്റെ അമ്മയുടെയും ഒക്കെ മുണ്ടും വെട്ടിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ വളരെ വളരെ ഫലപ്രദമാണെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോഴും ഈ അസുഖത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ ഓരോ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകളായിട്ട് നടക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞരമ്പുകളൊക്കെ പൊസിഷൻ മാറിയതുപോലെ വലിയൊരു അവയവം പോയതുകൊണ്ട് അവരിങ്ങനെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുക. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. തല അങ്ങനെ ഇങ്ങനെയൊന്നും കുമ്പിടാനൊന്നും പറ്റില്ല. ഈ അവസ്ഥയിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം, നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങി മരിക്കുന്നത് വരെ എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. ആ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വളരെ വീക്കാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ആഴ്ചയിൽ, അതുമാത്രമല്ല അതിനേക്കാൾ മുൻപും കുറേ നാളുകളായി എൻ്റെ വാട്സപ്പിൽ വരുന്ന പ്രാർത്ഥനാ സഹായങ്ങൾ മുഴുവനും ആത്മഹത്യ ചെയ്തു പോയവരും, പെട്ടെന്ന് മരിച്ചു പോയവരും, പിന്നെ സാധാരണ മരണത്തിൽ കൂടെ പോയവരും, അങ്ങനെയുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും മെസ്സേജ് അയക്കാറ്. ഞാൻ കഴിയാവുന്നതും മെസ്സേജ് നോക്കും, എല്ലാവർക്കും പറ്റാവുന്നതും മറുപടിയും കൊടുക്കാറുണ്ട്. അത് അങ്ങനെയാണ് എൻ്റെ മിഷൻ. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം കൊടുക്കുക. അപ്പം ഞാൻ ഈ മരിച്ചവരുടെയാണ് എൻ്റെ വാട്സപ്പിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ. അവരുടെ ഫോട്ടോസ് അയച്ചു തരും. ഞാൻ ഒരു പരിധി വരെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സന്ദേശങ്ങളാണ്. അതിൻ്റെ ഇടയിൽ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ കിട്ടിയ സന്ദേശങ്ങളും കേൾക്കാറുണ്ട്. അപ്പോൾ കുറേ നാളുകളായി എൻ്റെ വാട്സപ്പിൽ വരുന്നത് ചെറുപ്പക്കാരായ മക്കൾ ആത്മഹത്യ ചെയ്ത് പോകുന്നു. മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ട് എടുക്കുന്നത് കൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വക പരിപാടി ഇനി നിർത്ത്. പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. 21 വയസ്സുള്ള മകൻ, 22 വയസ്സുള്ള മകൻ ആത്മഹത്യ ചെയ്തു പോയിട്ട് ആ അമ്മ എന്നെ കാണണമെന്ന് പറയുമ്പോൾ, എന്നെ കണ്ടപ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടിയാൽ അതല്ലേ സുവിശേഷ പ്രഘോഷണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രമാത്രം ഡള്ളായിരിക്കുന്ന അമ്മമാരും അപ്പന്മാരും നമ്മൾ സംസാരിച്ച് അവരെ ആ ആത്മാക്കളൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ, പ്രിയ മക്കളെ, എന്തുമാത്രം ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്. എന്തുമാത്രം ചെറുപ്പക്കാർ. നമ്മൾ വിചാരിക്കും ലോകം ഇങ്ങനെ സാധാരണ പോലെ പോകുന്നുണ്ട്, രാവിലെ സൂര്യൻ ഉദിക്കുന്നു, എല്ലാവരും ജോലിക്ക് പോകുന്നു, വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ നമ്മുടെ ആത്മീയ തലമുണ്ടല്ലോ, ലോകത്തിൻ്റെ പോക്ക്, അത് ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് ശ്രദ്ധിക്കാൻ ഇന്ന് നേരമില്ല. അടിപൊളി ആഘോഷങ്ങൾ, പിന്നെ വേഷവിധാനങ്ങൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും പുറകെ എപ്പിക്യൂരിയനിസ് ഇന്ന് തിന്ന് കുടിച്ച് ആനന്ദിക്കുകയും
എന്നുള്ളൊരു പോളിസിയിലാണ് പോകുന്നത്. പക്ഷേ എൻ്റെ വാട്സപ്പിൽ വരുന്ന ഈ പ്രാർത്ഥനാ സഹായങ്ങൾ, ഈ ആത്മഹത്യകളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാർ, വയസ്സായവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മക്കളൊക്കെ ഇങ്ങനെയായിപ്പോയത് അറിയില്ല. അവരേത് പ്രായത്തിൽ വെച്ച വഴി തെറ്റിയത് എന്ന് കണ്ടുപിടിക്കാൻ ഒരമ്മയ്ക്കും സാധിക്കുന്നില്ല ഇന്ന്. അങ്ങനെയാണ്. ഈ കെട്ടിത്തൂങ്ങി മരിക്കുന്ന മക്കളൊക്കെ വളരെ ആക്റ്റീവാണ്. അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. ഫുഡുണ്ടാക്കും, കേക്ക് ഉണ്ടാക്കും, മമ്മീനെയും ഡാഡിനെയൊക്കെ ഭയങ്കരമായി സുഖിപ്പിച്ച് വർത്താനം പറയും. അവരെ പക്ഷെ അങ്ങനെ നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന മക്കളൊന്നല്ല. എന്തുകൊണ്ടും നല്ല മക്കളാണ് അവർ. ഇങ്ങനെയുള്ള മക്കളാണ് 1 മിനിറ്റ് കൊണ്ട് പോയിട്ട് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന കാര്യം, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചെറുപ്പക്കാരാണോ ഇത് കേൾക്കുക, പ്രായമുള്ളവരാണോ ഇത് കേൾക്കുക, ആര് കേട്ടാലും നിങ്ങളിത് ഒന്ന് മനസ്സിൽ വെക്കണേ. നമ്മുടെ മക്കൾ ഇപ്പോൾ പുറം ലോകത്ത് പോയിട്ട്, പുറത്ത് കുറേ അധികമൊന്നുമല്ല, നമ്മുടെ കേരളം വിട്ട് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കും അപ്പനും ആർക്കൊരു കൺട്രോളില്ല കേട്ടോ. അവരിങ്ങനെ ജീവിക്കണം. അവരേത് ബന്ധങ്ങളിലൊക്കെ ചെന്നപ്പെടുന്നത്. വീട്ടിൽ വളരെ പാവങ്ങളാ, നല്ലതാ, മമ്മീനെയും ഡാഡിനും ഒക്കെ അനുസരിക്കും. പക്ഷേ ഇവിടെ നിന്ന് പഠിക്കാനുള്ള ബസ് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ വേറൊരു മക്കളാ. ഞാൻ പറഞ്ഞു വന്നത് 2021 മുതൽ ഈശോ എന്നോട് പറഞ്ഞു, നീ ഇനി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട. ഞാൻ നിങ്ങളോടത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നിയോഗ പുസ്തകം ഇങ്ങനെ പോകുന്നതാണ് ഈശോ കാണിച്ചു തന്നെ. എന്നിട്ട് പറഞ്ഞു, നീ 21 കൊല്ലമായില്ലയോ കല്യാണ ബ്രോക്കറും സ്ഥല ബ്രോക്കറും, പിന്നെ നീ രോഗശാന്തി കൊടുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ അടുത്ത്, ഇനി മതി. അന്ത്യകാലത്ത് പാപികളുടെ മനസ്സാന്തരത്തിനും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ ഇനി പ്രാർത്ഥിക്കുക. അന്നു മുതൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ വേളയിലൊക്കെ ശുദ്ധീകരാത്മാക്കൾ വരും. ഈ ശുദ്ധീകരാത്മാക്കൾ മുഴുവനും കുറേ അധികം ആത്മാക്കൾ, നിങ്ങൾ ശുദ്ധീകരാത്മാക്കൾ വരുമെന്ന് പറയുമ്പോൾ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കൾ ഇവിടെ വരികയല്ല, എനിക്ക് ദർശനം കാണിച്ചു തരുന്നതാണ്. ഇന്ന ആളുകൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, കുട്ടികളൊക്കെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കുറേ അമ്മമാരെ കണ്ടുമുട്ടി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം അന്വേഷിച്ച് വരുമ്പോൾ അവർ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇനി പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എൻ്റെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതിൽ ഒരു വലിയ പാപമാണ് അബോർഷൻ. രണ്ടാമത്തൊരു വലിയ പാപമാണ് ലിവിങ് ടുഗദർ എന്ന പുതിയ നിയമവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന മക്കൾ. ദൈവനിഷേധം പ്രകടിപ്പിക്കുന്ന സാത്താൻ ആരാധന അടുത്ത പാപമാണ്. അതുപോലെ ഈശോ 5 നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. ആ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. കാരണം അത്രമാത്രം പാപം നമ്മുടെ ലോകത്ത് വർദ്ധിക്കുന്നുണ്ട്. എത്ര ക്ലാസ്സുകൾ കേട്ടാലും, എത്ര ധ്യാനങ്ങൾ കൂടിയാലും, എന്തൊക്കെ നടന്നാലും പാപം മേൽക്ക് മേൽ വർദ്ധിക്കുകയാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല. അന്ത്യകാലത്തിൻ്റെ പ്രവചനങ്ങളിൽ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അശുദ്ധി മൂലമാണ്. ലേഡി ഓഫ് ഗുഡ് സക്സസിൽ മദർ മിരിയാനോട് പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത് അശുദ്ധി എന്ന പാപം മൂലമാണ് ഞാൻ ലോകത്തെ ശിക്ഷിക്കുക. ഫാത്തിമയിൽ അമ്മ പറഞ്ഞു, എൻ്റെ പുത്രൻ ലോകത്തെ ശിക്ഷിക്കുക, അന്ത്യകാലത്ത് വരുന്ന അശുദ്ധിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കിത് മനസ്സിലാകാത്തത്? മക്കൾക്കെന്നല്ല, കുടുംബനാഥന്മാരും കുടുംബനാഥകളും എല്ലാം ഇതിന് അടിമയായിട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്, ഈ കെട്ടിത്തൂങ്ങിയ മക്കൾ ഭൂരിഭാഗവും ആൺകുട്ടികളാണ് കെട്ടിത്തൂങ്ങുന്നത്. ഈ കെട്ടിത്തൂങ്ങിയ മക്കളുടെ അമ്മമാരൊക്കെ പിന്നീട് അവർ കണ്ടുപിടിക്കും. മൊബൈലിലും അവരുടെ പിന്നീടുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ, പിന്നെ കൂട്ടുകാരെ വിളിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് ലിവിങ് ടുഗദർ എന്ന നിയമവും പറഞ്ഞ്
ഓരോ ഇണകളുമായിട്ട് ജീവിതം നയിച്ചു പോരുന്നുണ്ടായിരുന്നു. ഈ അമ്മമാരും അപ്പന്മാരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ വിഡ്ഢികളാക്കി അവരുടെ അടുത്ത് നല്ല മുഖംമൂടിയൊക്കെ ഇട്ട് നടന്ന് അവരവിടെ വിവാഹ ജീവിതം നയിക്കുകയാണ്. വിവാഹം കഴിക്കാതെ കൂദാശകളിലൂടെ അല്ലാതെ അവിടെ ലിവിങ് ടുഗദർ എന്ന നിയമവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണ്. അതായത് വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യഭിചാരത്തിൽ കൂടെ തന്നെ സാത്താന് അവരുടെ മേൽ അധികാരമായി. അടുത്ത സ്റ്റെപ്പ്, ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ 2 കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടി മറ്റേ ആളെ ചതിക്കും. ഞാനിപ്പോൾ കേട്ടെടുത്തോളം എല്ലാ കാര്യങ്ങളിലും ഒരു ഭൂരിഭാഗവും കേസുകളിൽ പെൺകുട്ടികൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ ആൺകുട്ടികൾ ഉപേക്ഷിച്ച് വേറെ മരങ്ങളിൽ ചേക്കേറാൻ തുടങ്ങും. അപ്പോൾ ഈ ആൺകുട്ടികൾക്ക് ദേഷ്യം വരും, ഒന്നുകിൽ അല്ലെങ്കിൽ സങ്കടം വരും. ദേഷ്യം വന്നവര് ആ പങ്കാളികളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യും, കൊല്ലുകയും ചെയ്യും. എന്നാൽ സങ്കടം വന്ന് സ്വയം ആ വേദന അടിച്ചമർത്തി ഡിപ്രഷനിലേക്ക് പോകുന്ന ആൺകുട്ടികൾ ഈ പങ്കാളി സത്യസന്ധമായിട്ടാണ് ഇവരുടെ ഒപ്പം ജീവിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ നിരാശയിൽപ്പെട്ട് ഒരു ചാൺ കയറുമ്മ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യും. ഒരുപാട് കേസുകൾ ഇങ്ങനെ ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പങ്കുവെക്കണമെന്ന് തീരുമാനിച്ചത്. കാരണം ഒരു പക്ഷേ ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ ഈശോ ചോദിച്ചാലോ, ഇത്രമാത്രം അനുഭവങ്ങൾ നിന്റെ കയ്യിലേക്ക് ഞാൻ പച്ചയായിട്ട് തന്നിട്ട് നീ എന്തേ ഇതൊന്ന് ലോകത്തോട് പറയാഞ്ഞത്? ആ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിന് പരിഹാരം ചെയ്യേണ്ട വന്നാലോ? ഇത് കേട്ടിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ, ഏതെങ്കിലും ആൺകുട്ടികൾ ഈ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിൽ അതിന് ദൈവം എന്നെ ചോദിക്കാൻ ഇടവരുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് എപ്പം മരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് പോകുമെന്ന് സന്തോഷത്തോടു കൂടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോൾ പോകും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുവരെ എനിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വേദനയോടെയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ. ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്, 1, 2 ഒന്നുമല്ല. ഇപ്പം മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ലിവിങ് ടുഗദർ എന്ന പാപം ചെയ്ത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു പോയ ആൺമക്കളുടെ ശാന്തിക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടോ എൻ്റെ അടുത്ത് ഇതുവരെ പെൺകുട്ടികൾ കെട്ടിത്തൂങ്ങിയതൊന്നും ഇതുവരെ വന്നിട്ടില്ല. പെൺകുട്ടികൾ മരിക്കുന്നത് ഒന്നുകിൽ പുഴയിൽ ചാടി, 1, 2 കേസുകളാണ് ഈ കെട്ടിത്തൂങ്ങി പെൺകുട്ടികൾ മരിച്ചിട്ടുള്ളത്. ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. അതിന് വേറെ കാരണങ്ങളാണ്. പക്ഷേ ഈ ലിവിങ് ടുഗദറിൽ കൂടെ കെട്ടിത്തൂങ്ങിയത് മുഴുവൻ ആൺകുട്ടികളാണ് സഹോദരങ്ങളെ. നിങ്ങൾ ഓർക്കണം, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാരും അപ്പന്മാരും കണ്ണാണോ വലുതാകുന്നേ, കാലാണോ വലുതാവുന്നേ, കൈയാണോ വലുതാവുന്നേ എന്ന് നോക്കിയിട്ട് കഷ്ടപ്പെട്ട് 10-22 വർഷം നിങ്ങൾക്ക് വേണ്ടി ജീവിതം കളഞ്ഞിട്ടുള്ളവരാ അപ്പനമ്മയും. 1 മിനിറ്റ് ചിന്തിക്കണം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ യോജിച്ച ഇണയെ തരില്ലേ? ഇനി പണ്ടത്തെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ പ്രിയ മക്കളെ നിങ്ങൾ സെലക്ട് ചെയ്തോ. എന്നിട്ട് അമ്മയോടും അപ്പനോടും പറഞ്ഞ് ഉദാശകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളികളുമായി ജീവിക്കാലോ. നാടും വീടും അറിയാതെ എൻ്റെ മകൻ പൊന്നാണ് കരളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു നിമിഷം ഒരു ഫോൺ കോൾ വരികയാണ്, മോൻ്റെ ബോഡി വന്ന് കൊണ്ടുപോകാൻ. എന്ത് വലിയ ചതിയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ചെയ്യുന്നത്. സഹിക്കാനായിട്ട് പറ്റുന്നില്ല സഹോദരങ്ങളെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകി പ്രാർത്ഥിക്കുക. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, സ്വർഗീയ രാജകുമാരനായ വിശുദ്ധ മിഖായേലിനെ
വിളിച്ച് അവൻ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായി മിസ്റ്റർ മിഖായേലിൻ്റെ ജപമാല ചൊല്ലാൻ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ മിഖായേൽ മാലാഖയുടെ ജപമാല ചൊല്ല്. എന്നിട്ട് ആ മാലാഖമാരെയൊക്കെ നമ്മുടെ മക്കളുടെ അടുത്ത് വാളുമായിട്ട് നിന്ന് കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മക്കളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് എന്താ ചെയ്യുന്നേ എന്ന് ഒന്ന് പോയി അന്വേഷിക്കുക. അവരറിയാതെ എവിടെയെങ്കിലും ലോഡ്ജിൽ താമസിച്ചിട്ട് അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിക്കും മാതാപിതാക്കൾ. ഇത് കേട്ട് കേട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നെ കേൾക്കുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. എങ്കിലും അവരിൽ നിന്ന് മറ്റുള്ളവരോട് പറഞ്ഞൊരു ചെറിയ ബോധ്യമെങ്കിലും കിട്ടൂലോ എന്ന് വിചാരിച്ച് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുകയാണിത്. ഞാനിപ്പോൾ മരിച്ച് ചെല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിയിട്ട് പോണേ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്വർഗത്തിൻ്റെതായ മുന്നോടി, ഒരു സ്വർഗമൊന്നുമല്ല, ഒരു ദർശനം കണ്ടതിൽ ഞാൻ കിടക്കാൻ പോണ സ്ഥലം എനിക്ക് കാണിച്ചു തന്നല്ലോ. അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള കാര്യമില്ല. അതുകൊണ്ട് അവിടെ കിടക്കാതെ എങ്ങനെയും പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ലോക ജീവിതത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ സങ്കടം വരും. വീട്ടിലുള്ളവർ പറയും ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും നോക്കണ്ടെന്ന്. പക്ഷെ എനിക്ക് നോക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്, മരിച്ചുപോയ മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ചൊവ്വാഴ്ച പ്രാർത്ഥനാ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുദ്ധീകരാത്മാക്കളെ കാണാനുള്ളൊരു ചെറിയ വരം കിട്ടിയത് കൊണ്ട് എനിക്ക് അവരെ കാണാം. ആത്മാവിൽ ദർശനം കേട്ടോ, അല്ലാണ്ട് നേരിട്ടിട്ടല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ വീക്കാണ്. സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. എങ്കിലും വീട്ടിൽ പ്രാർത്ഥന നയിക്കാനായിട്ട് ജപമാല മാത്രം ഞാൻ നയിക്കാനിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ദർശനത്തിൽ കാണും. ഇന്നലെ ഞാൻ അങ്ങനെ കണ്ട ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയാനും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. അതും ഈ ലിവിങ് ടുഗദറും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആത്മാക്കൾ വരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, എന്നാലേ അവർക്ക് അത് ദൈവസന്നിധിയിൽ അവർക്ക് അവരുടെ നറുക്കെടുക്കുള്ളൂ. ഒരു കുർബാന അവിടെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് ശുദ്ധീകരാത്മാക്കൾക്ക് അങ്ങനെ ഗുണം കിട്ടില്ല. ആരെങ്കിലും അവരുടെ പേര് പറഞ്ഞ് കുർബാനയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറയണേ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരാത്മാക്കൾ എന്ന് പറയണം. അപ്പം എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും ഈശോയുടെ ആ തിരുരക്തത്തിൻ്റെ പാപമോചനം അവർക്ക് കിട്ടും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആത്മാക്കൾ വന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നിൽക്കാനൊന്നും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇരിക്കുകയുള്ളൂ എപ്പോഴും. അതുപോലെ എനിക്ക് തല അങ്ങനെ കുമ്പിടാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റില്ല. എപ്പോഴും എനിക്ക് കോളർ ഇടണം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കോളർ ഇടാത്തത് പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കോളർ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പ്രാർത്ഥിക്കാൻ. ഞാനപ്പോൾ കുറേ മക്കളെ കണ്ടു. ഇവരൊക്കെ ചെറുപ്പക്കാരാണ്. ഞാനപ്പം എൻ്റെ മനസ്സിൽ ഈ ലിവിങ് ടുഗദറും ആ പാപത്തിൻ്റെ പരിഹാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇവർ മുഴുവൻ വരുന്നത്. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈശോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പറയും, നിങ്ങൾ ഈശോ എന്ന നാമം പറയുമ്പോൾ തല കുമ്പിടണം. അത് സാത്താന് ദേഷ്യമാണ്. കാരണം ദൈവത്തിനെ അംഗീകരിക്കുന്നതല്ലേ, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതല്ലേ. അവനത് പറ്റില്ലല്ലോ. അപ്പോൾ ഈശോ എവിടെയൊക്കെ അപമാനിക്കപ്പെടുന്നുണ്ടോ അതിന് പരിഹാരമായിട്ട് നമുക്ക് ഈശോ എന്ന നാമം പറയുമ്പോൾ കുമ്പിട്ട് വണങ്ങാം. ശ്രാപ്യന്മാരോടും ക്രോവേന്മാരോടും ബദ്രാസനന്മാരോടും അധികാരികളോടും താത്വികന്മാരോടും പ്രാഥമികന്മാരോടും മുഖ്യദൂതന്മാരോടും ദൈവദൂതന്മാരോടും ചേർന്ന് നമുക്കും പിതാപുത്ര പവിത്രാമിനെ കുമ്പിട്ട് ആരാധിക്കാം. സാത്താന് ദേഷ്യം വരട്ടെ, അവൻ പോട്ടെ, അവൻ്റെ ശക്തി കുറയട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാറില്ല. എനിക്ക് ഈശോ എന്ന് പറയുമ്പോൾ തല കുമ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊന്ന് കാണിക്കാനേ പറ്റുള്ളൂ. ഞരമ്പുകളൊക്കെ പ്രത്യേക അവസ്ഥയിലല്ലേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ കൈകൂപ്പി പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ കൂട്ടുകാരെ, ഈ ശുദ്ധീകരാത്മാക്കൾ ലിവിങ് ടുഗദർ എന്ന പാപം മനസ്സിൽ കണ്ട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾ പറയാണ്,
നീ കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന് എന്നോട് എനിക്ക് ഒരു സ്വസ്ഥത തരുന്നില്ല. എന്നോട് പറയാം നീ കുമ്പിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി. അപ്പം പെട്ടെന്ന് മാനുഷികമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കുമ്പിട്ട് പ്രാർത്ഥിച്ചൂടെ എന്ന്, നിങ്ങൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ടിട്ട് എൻ്റെ ഉള്ളിൽ പൊട്ടിക്കറിയാണ്. അവർ പറഞ്ഞു എന്നോട്, ഞങ്ങൾക്കതിന് കൈകളില്ലല്ലോ കൂപ്പാൻ, ഞങ്ങൾക്കിപ്പോൾ ശിരസില്ലല്ലോ കുമ്പിടാൻ, ഞങ്ങൾക്കിപ്പോൾ ശരീരമില്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന സമരസഭയിലെ മക്കളായ നമ്മോട് അവരുടെ യാചനയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയും. ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു അവസ്ഥ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയേ. ഞങ്ങൾ ചെയ്യാത്ത ഈ കുമ്പിടൽ നിങ്ങൾ ചെയ്യേ. നിങ്ങൾക്ക് ശരീരമുണ്ടല്ലോ ആത്മാവിനെ ചുറ്റി, ഞങ്ങൾക്കിപ്പോൾ ആത്മാവല്ലേ ഉള്ളൂ, ശരീരം ഇല്ലല്ലോ. ഇനി അവസാന വിധിയിലല്ലേ അവർ ശരീരം സ്വീകരിച്ച് ഒരുമിച്ച് വരിക. ഞാൻ അവരുടെ ആ യാചനയോട് കൂടിയുള്ള പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന്, ദൈവമേ, നമ്മുടെ ഔദാര്യത്തിന് ഭിക്ഷ ചോദിച്ച് നിൽക്കുന്ന മനുഷ്യർ, നമ്മുടെ ഔദാര്യമാണ് അവർക്കുള്ളത്, നമ്മുടെ കരുണ. നമ്മളെന്തെങ്കിലും കൊടുത്താൽ അതവർക്ക് ആശ്വാസം. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടുത്തേക്ക് വരുന്നത്? എന്താ സഹനം കിട്ടുന്നത്? സഹനം കിട്ടുമ്പോഴേക്കും എല്ലാവരും പറയും, ഓ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹന. ഒരു സഹനം അങ്ങനെ ഒരിക്കലും പറയണ്ട. ഞാൻ ഈ ആത്മാക്കളെ കാണാൻ തുടങ്ങുന്നതിനൊക്കെ മുൻപേ എനിക്ക് സഹനായിരുന്നു. 17 വയസ്സ് മുതലേ സഹന, ഓർമ്മ വെച്ച് അന്ന് മുതലേ സഹന. അന്ന് ആത്മാക്കൾ എന്ത് പ്രേതം എന്നൊക്കെ ചെറുപ്പത്തിൽ പറയുക. അപ്പം അന്നൊന്നും അറിവില്ലാത്ത കാര്യത്തിൽ കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹനം തന്നെ കിട്ടും. അത് തന്നെയല്ലേ ഓരോ പ്രത്യക്ഷീകരണങ്ങളും നമ്മൾ കാണുന്നത്. ഈശോ മദർ മരിയാനോട് ചോദിച്ചില്ലേ, പരിശുദ്ധ അമ്മയും, മോളെ നീ സ്വർഗത്തിൽ നിനക്ക് തുടരണോ അതോ ഭൂമിയിൽ കുറച്ച് നാളും കൂടി നീ സഹനം ഏറ്റെടുക്കുമോ? ആർക്ക് വേണ്ടി? 20-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ കാലത്ത് വരുന്ന പാപങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട് 443 വർഷം മുമ്പ് ജീവിച്ച മദറിനോട് ചോദിക്കുകയാണ്, നീ 400 കൊല്ലം കഴിഞ്ഞ് ചെയ്യാൻ പോണ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ലോകത്ത് ജീവിക്കുമെന്ന്. അങ്ങനെയാണ് ആ മദർ പിന്നെ ജീവിച്ച് 72 വയസ്സിൽ ജീവിച്ച് സഹനം ഏറ്റെടുത്തത്. അപ്പം ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞ സഹനാണല്ലോ. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് എന്താ വരുന്നത്? പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തേക്ക്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഭിക്ഷക്കാർ വരും നമ്മുടെ വീട്ടിൽ. നമ്മളൊരു 10 രൂപ കൊടുത്താൽ അടുത്ത ആഴ്ചയിലും അവർ വരും. ഇവിടെ വന്നാൽ കിട്ടും എന്നറിയാം. പക്ഷേ പല വീടുകളിലും ചിലപ്പോൾ ഇവർ കയറി വരുമ്പോൾ ഗേറ്റ് അടയ്ക്കും, പട്ടിയുണ്ട് സൂക്ഷിക്കുക, പട്ടീനെ വെച്ചിടും. പിന്നെ ഇവർ ആ ഭാഗത്തേക്ക് പോകില്ല. ഈ ആക്രി കച്ചവടക്കാർ നോക്കിയേ, പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്നവർ അവർ വന്നിട്ട് ഓരോ വീടുകളിലും ചോദിക്കും, ഉണ്ടോ പഴയ സാധനങ്ങളുണ്ട്. കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒന്നുമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നത്തെ പ്രാവശ്യം അവരത് സ്കിപ്പ് ചെയ്ത് വിടും, അടുത്ത വീട്ടിലേക്ക് പോകും. ചെന്ന് ചോദിച്ചാൽ കിട്ടും എന്നുള്ളവരുടെ അടുത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂട്ടായ്മകളിലേക്ക് ഒരാൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കാണുന്നത്. ഞാൻ ഇവരുടെ പറച്ചിൽ കേട്ടപ്പോഴേ ഭയങ്കര സങ്കടമായി. ഞാൻ അപ്പം മുതൽ ഈശോ എന്ന നാമത്തിൻ്റെ മുമ്പിൽ നന്നായി കുമ്പിട്ടു. തല കുമ്പിടാൻ പാടില്ലാത്ത ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം കുമ്പിട്ടപ്പോൾ എൻ്റെ തല ഔട്ട് ഓഫ് ഓർഡറായി. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെയൊക്കെ വളരെ വിഷമമായിരുന്നു. ഞാനിപ്പോൾ ഇന്നിതിട്ടത് ഇനിയിപ്പോൾ എപ്പോഴാണ് എൻ്റെ സ്റ്റേജ് മാറുക എന്നറിയില്ല. ഉള്ള ആരോഗ്യത്തിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നന്നായി പ്രാർത്ഥിക്കണം, പാപികൾക്ക് വേണ്ടിയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും, നമ്മുടെ മക്കൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ളവർക്ക് വേണ്ടി അമ്മമാരെ അപ്പന്മാരെ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോ, ഉരുകി പ്രാർത്ഥിച്ചോ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു.
പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് വേദനയോടുകൂടെ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അവസാന കാലമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. പാപികളുടെ മാനസാന്തരം, ലോകം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം, ശുദ്ധീകരാത്മാക്കളുടെ വിടുതൽ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോയോടൊപ്പം നമ്മൾ സഹിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ഓരോ കുർബാനയിലും നിങ്ങൾ ഓർക്കണേ, എവിടെയൊക്കെയോ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കളിലേക്ക് ഈശോയുടെ തിരുവിലാവിനൊഴുകുന്ന തിരുരക്തം ഒഴുകട്ടെ 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 എന്ന് പ്രാർത്ഥിക്കണം. തിരുരക്തം കൊണ്ട് അവരെ കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. എവിടെയൊക്കെയാണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്, ഗൂഢാലോചന നടത്തുന്നത്, അവിടേക്കെല്ലാം തിരുരക്തത്തിൻ്റെ കോട്ട ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്കിനി അതല്ലേ കഴിയുള്ളൂ. ഞാൻ ഇതിനോട് ചേർന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിഖായേൽ മാലാഖയുടെ ജപമാല നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇത് നമ്മുടെ കടമയാണ് കേട്ടോ. നിങ്ങളുടെ മക്കളൊന്നും ആ പ്രായത്തിലില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരവും പാപികളുടെ മാനസാന്തരവുമാണ് ഈശോ പറയുന്ന സുവിശേഷം. നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അന്ത്യവിധിയിൽ നീ എത്ര ആത്മാക്കളെ നേടിയെന്ന് ഫൗസ്റ്റീനയോട് ചോദിച്ച പോലെ ചോദിക്കും. നിങ്ങൾ അവിടെ പോയി നിയോഗം വെച്ച്, ഇവിടെ പോയി നിയോഗം വെച്ച്, ഞങ്ങളുടെ കാര്യം നടക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. അതിനൊന്നും ഒരു ഫലമില്ല. നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നേ. അത് മാറ്റി ഇനി ആത്മീയതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട കാലം അതിക്രമിച്ചു. പ്രിയ സഹോദരങ്ങളെ, യൂദായുടെ പുസ്തകം 1:23 പറയുന്നു, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഇത് ശുദ്ധീകരണാഗ്നിയാണ് പറയുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ ലോകത്ത് പാപത്തിൻ്റെ അഗ്നിയിൽ കിടക്കുന്നവരുണ്ട്. കുട്ടികളോടൊന്നും പറഞ്ഞാൽ അവർ ചെവി കൊള്ളില്ല. പിന്നെ ഈ അമ്മാമിക്ക് വേറെ പണിയില്ലേ, ഈ അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ, പഴഞ്ചൻ ന്യായങ്ങളുമായിട്ട് നടക്കുക. എന്താ ഇപ്പോൾ കുഴപ്പം ഇങ്ങനെ ചെയ്താൽ? ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? രക്ഷയില്ല സഹോദരങ്ങളെ. പിശാച് സകല മക്കളിലും തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുന്ന കാലമാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. വിശുദ്ധ മിഖായേലിൻ്റെ ജപമാല നമുക്ക് ചൊല്ലാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഈ ജപമാല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ കോർത്തുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല ആദ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എൻ്റെ സഹായത്തിന് വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അത് കഴിഞ്ഞാൽ 1-ാം രഹസ്യമാണ്. ഇങ്ങനെയാണ്: ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയമേ ജപവും അടങ്ങുന്ന 9 ദശകങ്ങളാണ് ഇതിലുള്ളത്. 9 വൃന്ദം മാലാഖമാരെ നോക്കിയിട്ട് ഓർത്ത് ചേർന്ന് അവരോട് ചേർന്ന് നമ്മൾ പിതാ പുത്ര പവിത്രാത്മാവിനെ ആരാധിക്കുകയാണ്. സ്വർഗത്തിൽ വേറൊരു പണിയില്ല എന്നറിയാലോ. 24 hours ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ആരാധനയോട് ചേർന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പിതാവിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധ തൃത്വത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വിടുതൽ കിട്ടും. മിഖായേൽ ഇറങ്ങി വരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവമേ, എൻ്റെ സഹായത്തിന് വരണമേ. കർത്താവേ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അത് കഴിഞ്ഞാൽ 1-ാം രഹസ്യമാണ് ഒരു സ്വർഗസ്ഥനായ പിതാവ്. അതിൽ ചെല്ലേണ്ട പ്രാർത്ഥന വിശുദ്ധ മിഖായേലിൻ്റെയും 1-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ശ്രാപ്യന്മാരുടെയും മധ്യസ്ഥതയാൽ പരിപൂർണമായ സ്നേഹാഗ്നിയിൽ ജ്വലിച്ചെരിയുവാൻ കർത്താവ് നമ്മെ യോഗ്യരാക്കട്ടെ. ആമീൻ. ഇത് പറഞ്ഞിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. പിന്നെ 2-ാം വൃന്ദം, 2-ാം രഹസ്യം പ്രാർത്ഥന ഇങ്ങനെയാണ്: വിശുദ്ധ മിഖായേലിൻ്റെയും 2-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ കെരൂബുകളുടെയും മധ്യസ്ഥതയാൽ പാപമാർഗങ്ങൾ ഉപേക്ഷിക്കുവാനും ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. 3-ാം രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 3-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ഭദ്രാസനന്മാരുടെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ അരൂപിയാൽ നമ്മുടെ ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ. ആമീൻ.
ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ. നാലാമത്തെ രഹസ്യം, വിശുദ്ധ മിഖായേലിൻ്റെയും 4 സ്വർഗീയ വൃന്ദം മാലാഖമാരായ അധികാരന്മാരുടെയും മധ്യസ്ഥതയാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചടക്കുന്നതിനും അനിയന്ത്രിതമായ ആസക്തികളെ കീഴ്പ്പെടുത്തുന്നതിനുമുള്ള കൃപ കർത്താവ് നമ്മിൽ ചൊരിയട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. അഞ്ചാമത്തെ രഹസ്യം, വിശുദ്ധ മിഖായേലിൻ്റെയും 5 സ്വർഗീയ വൃന്ദ മാലാഖമാരായ താത്വികന്മാരുടെയും മാധ്യസ്ഥതയാൽ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നതിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. ആറാം രഹസ്യം, വിശുദ്ധ മിഖായേലിൻ്റെയും 6 സ്വർഗീയ വൃന്ദം മാലാഖമാരായ ബലവാന്മാരുടെയും മധ്യസ്ഥതയാൽ പിശാചിന്റെ കെണികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയമേ. ഏഴാം രഹസ്യം, വിശുദ്ധ മിഖായേലിൻ്റെയും 7 സ്വർഗീയ വൃന്ദം മാലാഖമാരായ പ്രാഥമികന്മാരുടെയും മധ്യസ്ഥതയാൽ യഥാർത്ഥ അനുസ്മരണത്തിന്റെ അരൂപിയാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. എട്ടാം രഹസ്യം, വിശുദ്ധ മിഖായേലിൻ്റെയും 8 സ്വർഗീയ വൃന്ദം മാലാഖമാരായ മുഖ്യദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ സത്യവിശ്വാസത്തിലും സുഹൃതങ്ങളിലും ഉറച്ചു നിൽക്കുന്നത് വഴി സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുന്നതിനുള്ള കൃപാവരം കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. ഒൻപതാം രഹസ്യം, വിശുദ്ധ മിഖായേലിൻ്റെയും 9 സ്വർഗീയ വൃന്ദം മാലാഖമാരായ ദൈവദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ ഇഹലോക ജീവിതത്തിൽ മാലാഖമാരുടെ സംരക്ഷണം സിദ്ധിച്ച് സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. ആമേൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. അങ്ങനെ ഈ ജപമാല കഴിയും. പിന്നെ നമുക്ക് അവസാനം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് 4 സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം. അത് ആദ്യം തന്നെ കോർത്തിട്ടിട്ടുണ്ട്, നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ആ 4 സ്വർഗസ്ഥനായ പിതാവ് ഇതിനുള്ളതാണ്: വിശുദ്ധ മിഖായേലിന്റെ സ്തുതിക്കായി, വിശുദ്ധ ഗബ്രിയേലിന്റെ സ്തുതിക്കായി, വിശുദ്ധ റഫായേലിന്റെ സ്തുതിക്കായി, കാവൽ മാലാഖമാരുടെ സ്തുതിക്കായിട്ട്. ഇതാണ് ഒല്ലൂർ പള്ളിയിലെ രൂപക്കൂട് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന 4 മാലാഖമാരിതാണ്: മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, കാവൽ മാലാഖയും. സമാപന പ്രാർത്ഥന. വിശുദ്ധ മിഖായേലെ, ശ്രേഷ്ഠനായ രാജകുമാര, സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ, ആത്മാക്കളുടെ സംരക്ഷകനെ, വിമതരായ അരൂപികളെ അടിച്ചമർത്തുന്നവനെ, സ്വർഗീയ രാജാവിന്റെ ഭവനത്തിലെ സേവകനെ, ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ, അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും വിളങ്ങുന്നവനെ, വിശ്വാസപൂർവം അങ്ങേ പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തിയാൽ കൂടുതൽ വിശ്വസ്തയോടെ ദൈവത്തെ അനുദിനം സേവിക്കാൻ അനുഗ്രഹിക്കണമേ. ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായേലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സാത്താൻ മനുഷ്യരെ പതിരുപോലെ പാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൂതന്മാരുടെ സഹായം വളരെ വളരെ ആവശ്യമാണ്. മുഖ്യദൂതന്മാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും. ബാറൂക്ക് 6:6 പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. അവസാന കാലത്തിലെ കർത്താവീശോമിശിഹ നേരിട്ട് വന്ന് നമ്മളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, പരിശുദ്ധ അമ്മയെയും വിശുദ്ധ മിഖായേലിനെയുമാണ് അയക്കുക. നമുക്ക് ഓരോ കാവൽ മാലാഖമാരെ കർത്താവ് തന്നിട്ടുണ്ട്. ആ മാലാഖമാരെ നിരന്തരം വിളിച്ച് അവർ ഗൈഡ് ചെയ്യുന്ന വഴി കൂടെ പോയാൽ ഒരു പരിധിവരെ നമുക്ക് തെറ്റുപറ്റില്ല. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ മക്കളെ കാണണം. സ്വർഗീയ രാജകുമാരോട് പറയണം, ഞങ്ങളുടെ മക്കളുടെ അടുത്ത് നീ കോട്ട കെട്ടി നിൽക്കണേ. അപ്പോൾ ഈ 9 വൃന്ദത്തിലും നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അതുപോലെ യാത്ര ചെയ്യുന്ന മക്കള്, നമ്മളെല്ലായ്പ്പോഴും മക്കളെ ഇങ്ങനെ മാലാഖമാരുടെ സംരക്ഷണത്തിൽ വെക്കണം. ഇതൊക്കെ ചെയ്യാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. എത്ര നാൾ ഈ യൂട്യൂബും ഈ മീഡിയാസൊക്കെ പ്രവർത്തിക്കുന്നു നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ മനസ്സിലത് ഫീഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ എഴുതി സൂക്ഷിച്ചാൽ നല്ലതാണ്. ഞാൻ മരിച്ചു പോയാലും ഞാനിതൊക്കെ ഞാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും. ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈശോ പറയും ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് യൂട്യൂബിലിടുകയാണ്. ഇത് അത്യാവശ്യമാണ്. അവസാന കാലത്തിൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ മിഖായേലുമാണ് നമ്മളെ രക്ഷിക്കാനായിട്ടും നമ്മളെ വഴി നടത്താനായിട്ടൊക്കെ വരുന്നത്.
മാലാഖമാരെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു ജീവിതമില്ല കേട്ടോ. ജനിച്ച നാൾ മുതൽ, ജനിച്ച് വീഴുമ്പോൾ മുതൽ ഒരു കുഞ്ഞു മാലാഖ നമ്മുടെ ഒപ്പം ഉണ്ട്. അത് മരണം വരെ മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലം വരെ അതുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തും നമ്മുടെ കാവൽ മാലാഖ നമുക്ക് പോസിറ്റീവ് എനർജി തരും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യാശ തരുമെന്നാണ് പറയുന്നത്. അവനെ നമ്മൾ ആശ്രയിച്ചാൽ അവൻ നമ്മളെ ലിംബോയിലേക്ക്, സ്വർഗതുല്യമായ സ്ഥലത്ത് എത്തിക്കുന്നത് വരെ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ കാവൽ മാലാഖനെ മറക്കരുത്. സ്വർഗീയ രാജകുമാരനായ വിശുദ്ധ മിഖായേലിനെയും 9 വൃന്ദം മാലാഖമാരെയും എപ്പോഴും മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ കേട്ട 2 കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മറക്കരുത്. ലിവിങ് ടുഗദർ എന്ന മഹാ അപരാധം ചെയ്യുന്ന മക്കളെ അതിൽ നിന്ന് വിടുവിക്കണമേ, മോചിപ്പിക്കണമേ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങൾക്ക് കൈയില്ലല്ലോ, ഞങ്ങൾക്ക് ശിരസില്ലല്ലോ, ഞങ്ങൾക്ക് ശരീരമില്ലല്ലോ ഇനി ഈ ഭക്താഭ്യാസം നടത്താൻ എന്ന് പറയുന്ന പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും നമുക്ക് കാഴ്ചവെക്കാം. അവർക്ക് കൈയില്ല, അവർക്ക് കാലില്ല, അവർക്ക് ശിരസില്ല. നമുക്കതുണ്ട്. ആ ഉള്ളത് വെച്ച് നമുക്ക് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം, ലോകത്തിൻ്റെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാം. എന്തിനു പറയുന്നു? ഇന്നലെ അവർ നിർബന്ധിച്ചതുകൊണ്ട് തല കുമ്പിട്ട് ഇന്നിപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായി. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അവസാന കാലത്ത് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കുറേ അറിവുകളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളൊക്കെ മുടക്കം വരാതെ ചൊല്ലാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളോട് 2 കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2ഉം സന്തോഷമുള്ള കാര്യങ്ങളല്ല, വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് അറിയാം, ഞാനിങ്ങനെ ശുദ്ധീകരാത്മാക്കളെക്കുറിച്ചുള്ള പങ്കുവയ്ക്കലാണ് എപ്പോഴും ചെയ്യാറ്. പിന്നെ എല്ലാ ദിവസങ്ങളുമുള്ള ആഘോഷങ്ങളും പെരുന്നാളുകളൊക്കെ നിങ്ങളെ ഓർമ്മപ്പെടുത്താനും, പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 50 വർഷം മുമ്പ് എന്ന് പറയാം, അന്ന് മുതൽ കിട്ടിയിട്ടുള്ള എൻ്റെ പ്രാർത്ഥനാ ശേഖരങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രാർത്ഥനകളാണ് ഞാൻ പറയുന്നത്. ഞാൻ എഴുതിയ പ്രാർത്ഥനകളല്ല, പിതാക്കന്മാരൊക്കെ എഴുതിയ പ്രാർത്ഥനകൾ, എൻ്റെ അമ്മൂമ്മയുടെയും എൻ്റെ അമ്മയുടെയും ഒക്കെ മുണ്ടും വെട്ടിയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്. ഈ പ്രാർത്ഥനകളൊക്കെ വളരെ വളരെ ഫലപ്രദമാണെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കും ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാറ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ സുഖമില്ലാതിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാനിപ്പോഴും ഈ അസുഖത്തിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ ഓരോ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റുകളായിട്ട് നടക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞരമ്പുകളൊക്കെ പൊസിഷൻ മാറിയതുപോലെ വലിയൊരു അവയവം പോയതുകൊണ്ട് അവരിങ്ങനെ ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുക. അതുകൊണ്ട് കുറച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. തല അങ്ങനെ ഇങ്ങനെയൊന്നും കുമ്പിടാനൊന്നും പറ്റില്ല. ഈ അവസ്ഥയിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം, നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയൊക്കെ ഒരുങ്ങി മരിക്കുന്നത് വരെ എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുക, അമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കുക, ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. ആ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വളരെ വീക്കാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ആഴ്ചയിൽ, അതുമാത്രമല്ല അതിനേക്കാൾ മുൻപും കുറേ നാളുകളായി എൻ്റെ വാട്സപ്പിൽ വരുന്ന പ്രാർത്ഥനാ സഹായങ്ങൾ മുഴുവനും ആത്മഹത്യ ചെയ്തു പോയവരും, പെട്ടെന്ന് മരിച്ചു പോയവരും, പിന്നെ സാധാരണ മരണത്തിൽ കൂടെ പോയവരും, അങ്ങനെയുള്ള മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും മെസ്സേജ് അയക്കാറ്. ഞാൻ കഴിയാവുന്നതും മെസ്സേജ് നോക്കും, എല്ലാവർക്കും പറ്റാവുന്നതും മറുപടിയും കൊടുക്കാറുണ്ട്. അത് അങ്ങനെയാണ് എൻ്റെ മിഷൻ. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം കൊടുക്കുക.
അപ്പം ഞാൻ ഈ മരിച്ചവരുടെയാണ് എൻ്റെ വാട്സപ്പിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ. അവരുടെ ഫോട്ടോസ് അയച്ചു തരും. ഞാൻ ഒരു പരിധി വരെ പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സന്ദേശങ്ങളാണ്. അതിൻ്റെ ഇടയിൽ സന്തോഷിപ്പിക്കുന്ന അനുഭവങ്ങൾ കിട്ടിയ സന്ദേശങ്ങളും കേൾക്കാറുണ്ട്. അപ്പോൾ കുറേ നാളുകളായി എൻ്റെ വാട്സപ്പിൽ വരുന്നത് ചെറുപ്പക്കാരായ മക്കൾ ആത്മഹത്യ ചെയ്ത് പോകുന്നു. മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. പ്രത്യേകിച്ചും മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ട് എടുക്കുന്നത് കൊണ്ട് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ വക പരിപാടി ഇനി നിർത്ത്. പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. 21 വയസ്സുള്ള മകൻ, 22 വയസ്സുള്ള മകൻ ആത്മഹത്യ ചെയ്തു പോയിട്ട് ആ അമ്മ എന്നെ കാണണമെന്ന് പറയുമ്പോൾ, എന്നെ കണ്ടപ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടിയാൽ അതല്ലേ സുവിശേഷ പ്രഘോഷണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്രമാത്രം ഡള്ളായിരിക്കുന്ന അമ്മമാരും അപ്പന്മാരും നമ്മൾ സംസാരിച്ച് അവരെ ആ ആത്മാക്കളൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമായിട്ട് പോകുന്നുണ്ടല്ലോ. ഞാൻ ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ, പ്രിയ മക്കളെ, എന്തുമാത്രം ചെറുപ്പക്കാരാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത്. എന്തുമാത്രം ചെറുപ്പക്കാർ. നമ്മൾ വിചാരിക്കും ലോകം ഇങ്ങനെ സാധാരണ പോലെ പോകുന്നുണ്ട്, രാവിലെ സൂര്യൻ ഉദിക്കുന്നു, എല്ലാവരും ജോലിക്ക് പോകുന്നു, വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ നമ്മുടെ ആത്മീയ തലമുണ്ടല്ലോ, ലോകത്തിൻ്റെ പോക്ക്, അത് ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം അത് ശ്രദ്ധിക്കാൻ ഇന്ന് നേരമില്ല. അടിപൊളി ആഘോഷങ്ങൾ, പിന്നെ വേഷവിധാനങ്ങൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും പുറകെ എപ്പിക്യൂരിയനിസ് ഇന്ന് തിന്ന് കുടിച്ച് ആനന്ദിക്കുകയും എന്നുള്ളൊരു പോളിസിയിലാണ് പോകുന്നത്. പക്ഷേ എൻ്റെ വാട്സപ്പിൽ വരുന്ന ഈ പ്രാർത്ഥനാ സഹായങ്ങൾ, ഈ ആത്മഹത്യകളുടെ കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന ചെറുപ്പക്കാർ, വയസ്സായവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ മക്കളൊക്കെ ഇങ്ങനെയായിപ്പോയത് അറിയില്ല. അവരേത് പ്രായത്തിൽ വെച്ച വഴി തെറ്റിയത് എന്ന് കണ്ടുപിടിക്കാൻ ഒരമ്മയ്ക്കും സാധിക്കുന്നില്ല ഇന്ന്. അങ്ങനെയാണ്. ഈ കെട്ടിത്തൂങ്ങി മരിക്കുന്ന മക്കളൊക്കെ വളരെ ആക്റ്റീവാണ്. അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും. ഫുഡുണ്ടാക്കും, കേക്ക് ഉണ്ടാക്കും, മമ്മീനെയും ഡാഡിനെയൊക്കെ ഭയങ്കരമായി സുഖിപ്പിച്ച് വർത്താനം പറയും. അവർ പക്ഷെ അങ്ങനെ നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന മക്കളൊന്നല്ല. എന്തുകൊണ്ടും നല്ല മക്കളാണ് അവർ. ഇങ്ങനെയുള്ള മക്കളാണ് 1 മിനിറ്റ് കൊണ്ട് പോയിട്ട് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന കാര്യം, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചെറുപ്പക്കാരാണോ ഇത് കേൾക്കുക, പ്രായമുള്ളവരാണോ ഇത് കേൾക്കുക, ആര് കേട്ടാലും നിങ്ങളിത് ഒന്ന് മനസ്സിൽ വെക്കണേ. നമ്മുടെ മക്കൾ ഇപ്പോൾ പുറം ലോകത്ത് പോയിട്ട്, പുറത്ത് കുറേ അധികമൊന്നുമല്ല, നമ്മുടെ കേരളം വിട്ട് അപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കും അപ്പനും ആർക്കൊരു കൺട്രോളില്ല കേട്ടോ. അവരിങ്ങനെ ജീവിക്കണം. അവരേത് ബന്ധങ്ങളിലൊക്കെ ചെന്നപ്പെടുന്നത്. വീട്ടിൽ വളരെ പാവങ്ങളാ, നല്ലതാ, മമ്മീനും ഡാഡിനും ഒക്കെ അനുസരിക്കും. പക്ഷേ ഇവിടെ നിന്ന് പഠിക്കാനുള്ള ബസ് കയറി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ വേറൊരു മക്കളാ. ഞാൻ പറഞ്ഞു വന്നത് 2021 മുതൽ ഈശോ എന്നോട് പറഞ്ഞു, നീ ഇനി നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട. ഞാൻ നിങ്ങളോടത് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നിയോഗ പുസ്തകം ഇങ്ങനെ പോകുന്നതാണ് ഈശോ കാണിച്ചു തന്നെ. എന്നിട്ട് പറഞ്ഞു, നീ 21 കൊല്ലമായില്ലയോ കല്യാണ ബ്രോക്കറും സ്ഥല ബ്രോക്കറും, പിന്നെ നീ രോഗശാന്തി കൊടുക്കാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എൻ്റെ അടുത്ത്, ഇനി മതി. അന്ത്യകാലത്ത് പാപികളുടെ മനസ്സാന്തരത്തിനും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് നീ ഇനി പ്രാർത്ഥിക്കുക. അന്നു മുതൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ വേളയിലൊക്കെ ശുദ്ധീകരാത്മാക്കൾ വരും. ഈ ശുദ്ധീകരാത്മാക്കൾ മുഴുവനും കുറേ അധികം ആത്മാക്കൾ, നിങ്ങൾ ശുദ്ധീകരാത്മാക്കൾ വരുമെന്ന് പറയുമ്പോൾ ഞാൻ എന്നും പറയാറുള്ളത് പോലെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ആത്മാക്കൾ ഇവിടെ വരികയല്ല, എനിക്ക് ദർശനം കാണിച്ചു തരുന്നതാണ്. ഇന്ന ആളുകൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, കുട്ടികളൊക്കെ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കുറേ അമ്മമാരെ കണ്ടുമുട്ടി കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം അന്വേഷിച്ച് വരുമ്പോൾ അവർ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇനി പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് എൻ്റെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അതിൽ ഒരു വലിയ പാപമാണ് അബോർഷൻ.
രണ്ടാമത്തൊരു വലിയ പാപമാണ് ലിവിങ് ടുഗദർ എന്ന പുതിയ നിയമവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്ന മക്കള്. ദൈവനിഷേധം പ്രകടിപ്പിക്കുന്ന സാത്താൻ ആരാധന അടുത്ത പാപമാണ്. അതുപോലെ ഈശോ 5 നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. ആ നിയോഗങ്ങൾക്കൊക്കെ വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണിപ്പോൾ. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം. കാരണം അത്രമാത്രം പാപം നമ്മുടെ ലോകത്ത് വർദ്ധിക്കുന്നുണ്ട്. എത്ര ക്ലാസ്സുകൾ കേട്ടാലും, എത്ര ധ്യാനങ്ങൾ കൂടിയാലും, എന്തൊക്കെ നടന്നാലും പാപം മേൽക്ക് മേൽ വർദ്ധിക്കുകയാണ്. വിഷമിച്ചിട്ട് കാര്യമില്ല. അന്ത്യകാലത്തിൻ്റെ പ്രവചനങ്ങളിൽ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അശുദ്ധി മൂലമാണ്. ലേഡി ഓഫ് ഗുഡ് സക്സസിൽ മദർ മിരിയാനോട് പറഞ്ഞു, 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത് അശുദ്ധി എന്ന പാപം മൂലമാണ് ഞാൻ ലോകത്തെ ശിക്ഷിക്കുക. ഫാത്തിമയിൽ അമ്മ പറഞ്ഞു, എൻ്റെ പുത്രൻ ലോകത്തെ ശിക്ഷിക്കുക അന്ത്യകാലത്ത് വരുന്ന അശുദ്ധിയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്കിത് മനസ്സിലാകാത്തത്? മക്കൾക്കെന്നല്ല, കുടുംബനാഥന്മാരും കുടുംബനാഥകളും എല്ലാം ഇതിന് അടിമയായിട്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്, ഈ കെട്ടിത്തൂങ്ങിയ മക്കൾ ഭൂരിഭാഗവും ആൺകുട്ടികളാണ് കെട്ടിത്തൂങ്ങുന്നത്. ഈ കെട്ടിത്തൂങ്ങിയ മക്കളുടെ അമ്മമാരൊക്കെ പിന്നീട് അവർ കണ്ടുപിടിക്കും. മൊബൈലിലും അവരുടെ പിന്നീടുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോൾ, പിന്നെ കൂട്ടുകാരെ വിളിച്ച് അന്വേഷിക്കുമ്പോഴൊക്കെ ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് ലിവിങ് ടുഗദർ എന്ന നിയമവും പറഞ്ഞ് ഓരോ ഇണകളുമായിട്ട് ജീവിതം നയിച്ചു പോരുന്നുണ്ടായിരുന്നു. ഈ അമ്മമാരും അപ്പന്മാരും ഒന്നും അറിഞ്ഞിട്ടില്ല. ഈ അമ്മമാരെയും അപ്പന്മാരെയും ഒക്കെ വിഡ്ഢികളാക്കി അവരുടെ അടുത്ത് നല്ല മുഖംമൂടിയൊക്കെ ഇട്ട് നടന്ന് അവരവിടെ വിവാഹ ജീവിതം നയിക്കുകയാണ്. വിവാഹം കഴിക്കാതെ, കൂദാശകളിലൂടെ അല്ലാതെ അവിടെ ലിവിങ് ടുഗദർ എന്ന നിയമവുമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയാണ്. അതായത് വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യഭിചാരത്തിൽ കൂടെ തന്നെ സാത്താന് അവരുടെ മേൽ അധികാരമായി. അടുത്ത സ്റ്റെപ്പ്, ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ 2 കുട്ടികളിൽ ഏതെങ്കിലും ഒരു കുട്ടി മറ്റേ ആളെ ചതിക്കും. ഞാനിപ്പോൾ കേട്ടെടുത്തോളം എല്ലാ കാര്യങ്ങളിലും ഒരു ഭൂരിഭാഗവും കേസുകളിൽ പെൺകുട്ടികൾ കുറേ നാൾ കഴിയുമ്പോൾ ഈ ആൺകുട്ടികൾ ഉപേക്ഷിച്ച് വേറെ മരങ്ങളിൽ ചേക്കേറാൻ തുടങ്ങും. അപ്പോൾ ഈ ആൺകുട്ടികൾക്ക് ദേഷ്യം വരും, ഒന്നുകിൽ അല്ലെങ്കിൽ സങ്കടം വരും. ദേഷ്യം വന്നവര് ആ പങ്കാളികളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യും, കൊല്ലുകയും ചെയ്യും. എന്നാൽ സങ്കടം വന്ന് സ്വയം ആ വേദന അടിച്ചമർത്തി ഡിപ്രഷനിലേക്ക് പോകുന്ന ആൺകുട്ടികൾ, ഈ പങ്കാളി സത്യസന്ധമായിട്ടാണ് ഇവരുടെ ഒപ്പം ജീവിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ നിരാശയിൽപ്പെട്ട് ഒരു ചാൺ കയറുമ്മ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യും. ഒരുപാട് കേസുകൾ ഇങ്ങനെ ഞാൻ കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ പങ്കുവെക്കണമെന്ന് തീരുമാനിച്ചത്. കാരണം ഒരു പക്ഷേ ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ ഈശോ ചോദിച്ചാലോ, ഇത്രമാത്രം അനുഭവങ്ങൾ നിന്റെ കയ്യിലേക്ക് ഞാൻ പച്ചയായിട്ട് തന്നിട്ട് നീ എന്തേ ഇതൊന്ന് ലോകത്തോട് പറയാഞ്ഞത്? ആ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ അതിന് പരിഹാരം ചെയ്യേണ്ട വന്നാലോ? ഇത് കേട്ടിട്ട് ഏതെങ്കിലും പെൺകുട്ടികൾ, ഏതെങ്കിലും ആൺകുട്ടികൾ ഈ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞെങ്കിൽ അതിന് ദൈവം എന്നെ ചോദിക്കാൻ ഇടവരുത്തരുത് എന്ന് വിചാരിച്ചിട്ടാണ് എപ്പം മരിക്കും എന്ന് ഞാൻ അങ്ങോട്ട് പോകുമെന്ന് സന്തോഷത്തോടു കൂടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. എപ്പോൾ പോകും നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുവരെ എനിക്ക് ചെയ്യേണ്ട ഡ്യൂട്ടിയാണ്. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വേദനയോടെയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ. ഒരുപാട് അനുഭവങ്ങളുള്ളത് കൊണ്ടാണ്, 1-2 ഒന്നുമല്ല. ഇപ്പം മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ ലിവിങ് ടുഗദർ എന്ന പാപം ചെയ്ത് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു പോയ ആൺമക്കളുടെ ശാന്തിക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ടോ എൻ്റെ അടുത്ത് ഇതുവരെ പെൺകുട്ടികൾ കെട്ടിത്തൂങ്ങിയതൊന്നും ഇതുവരെ വന്നിട്ടില്ല. പെൺകുട്ടികൾ
മരിക്കുന്നത് ഒന്നുകിൽ പുഴയിൽ ചാടി, ഒന്നോ രണ്ടോ കേസുകളാണ് ഈ കെട്ടിത്തൂങ്ങി പെൺകുട്ടികൾ മരിച്ചിട്ടുള്ളത്. ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. അതിന് വേറെ കാരണങ്ങളാണ്. പക്ഷേ ഈ ലിവിങ് ടുഗദറിൽ കൂടെ കെട്ടിത്തൂങ്ങിയത് മുഴുവൻ ആൺകുട്ടികളാണ് സഹോദരങ്ങളെ. നിങ്ങൾ ഓർക്കണം, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ അമ്മമാരും അപ്പന്മാരും കണ്ണാണോ വലുതാകുന്നേ, കാലാണോ വലുതാവുന്നേ, കൈയാണോ വലുതാവുന്നേ എന്ന് നോക്കിയിട്ട് കഷ്ടപ്പെട്ട് 10-22 വർഷം നിങ്ങൾക്ക് വേണ്ടി ജീവിതം കളഞ്ഞിട്ടുള്ളവരാ അപ്പനമ്മയും. ഒരു മിനിറ്റ് ചിന്തിക്കണം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ മുൻപ് നിങ്ങളുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ യോജിച്ച ഇണയെ തരില്ലേ? ഇനി പണ്ടത്തെ കാലം കഴിഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യണമെങ്കിൽ, പ്രിയ മക്കളെ, നിങ്ങൾ സെലക്ട് ചെയ്തോ. എന്നിട്ട് അമ്മയോടും അപ്പനോടും പറഞ്ഞ് ഉദാശകളിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പങ്കാളികളുമായി ജീവിക്കാലോ. നാടും വീടും അറിയാതെ എൻ്റെ മകൻ പൊന്നാണ് കരളാണ് എന്ന് വിചാരിച്ചിട്ട് ഒരു നിമിഷം ഒരു ഫോൺ കോൾ വരികയാണ്, മോൻ്റെ ബോഡി വന്ന് കൊണ്ടുപോയിക്കോളാൻ. എന്ത് വലിയ ചതിയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ചെയ്യുന്നത്. സഹിക്കാനായിട്ട് പറ്റുന്നില്ല സഹോദരങ്ങളെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകി പ്രാർത്ഥിക്കുക. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ മാതാവ് പറഞ്ഞു, സ്വർഗീയ രാജകുമാരനായ വിശുദ്ധ മിഖായേലിനെ വിളിച്ച് അവൻ ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായി വിശുദ്ധ മിഖായേലിൻ്റെ ജപമാല ചൊല്ലാൻ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ മിഖായേൽ മാലാഖയുടെ ജപമാല ചൊല്ല്. എന്നിട്ട് ആ മാലാഖമാരെയൊക്കെ നമ്മുടെ മക്കളുടെ അടുത്ത് വാളുമായിട്ട് നിന്ന് കോട്ട കെട്ടി സംരക്ഷിക്കണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മക്കളൊക്കെ പഠിക്കുന്ന സ്ഥലത്ത് എന്താ ചെയ്യുന്നേ എന്ന് ഒന്ന് പോയി അന്വേഷിക്കുക. അവരറിയാതെ എവിടെയെങ്കിലും ലോഡ്ജിൽ താമസിച്ചിട്ട് അവരുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് അന്വേഷിക്കും മാതാപിതാക്കൾ. ഇത് കേട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നെ കേൾക്കുന്നത് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. എങ്കിലും അവരിൽ നിന്ന് മറ്റുള്ളവരോട് പറഞ്ഞൊരു ചെറിയ ബോധ്യമെങ്കിലും കിട്ടൂലോ എന്ന് വിചാരിച്ച് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുകയാണിത്. ഞാനിപ്പോൾ മരിച്ച് ചെല്ലുമ്പോൾ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കിയിട്ട് പോണേ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്വർഗത്തിൻ്റെതായ മുന്നോടി, ഒരു സ്വർഗമൊന്നുമല്ല, ഒരു ദർശനം കണ്ടതിൽ ഞാൻ കിടക്കാൻ പോണ സ്ഥലം എനിക്ക് കാണിച്ചു തന്നല്ലോ. അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ സുഖമുള്ള കാര്യമില്ല. അതുകൊണ്ട് അവിടെ കിടക്കാതെ എങ്ങനെയും പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ലോക ജീവിതത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ സങ്കടം വരും. വീട്ടിലുള്ളവർ പറയും ഇങ്ങനത്തെ മെസ്സേജ് ഒന്നും നോക്കണ്ടെന്ന്. പക്ഷെ എനിക്ക് നോക്കാതിരിക്കാനും പറ്റില്ല. ഞാൻ പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടിയിട്ട്, മരിച്ചുപോയ മക്കൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ ചൊവ്വാഴ്ച പ്രാർത്ഥനാ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശുദ്ധീകരാത്മാക്കളെ കാണാനുള്ളൊരു ചെറിയ വരം കിട്ടിയത് കൊണ്ട് എനിക്ക് അവരെ കാണാം. ആത്മാവിൽ ദർശനം കേട്ടോ, അല്ലാണ്ട് നേരിട്ടിട്ടല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ വളരെ വീക്കാണ്. സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. എങ്കിലും വീട്ടിൽ പ്രാർത്ഥന നയിക്കാനായിട്ട് ജപമാല മാത്രം ഞാൻ നയിക്കാനിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ എൻ്റെ ദർശനത്തിൽ കാണും. ഇന്നലെ ഞാൻ അങ്ങനെ കണ്ട ശുദ്ധീകരാത്മാക്കളെ കുറിച്ച് പറയാനും കൂടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. അതും ഈ ലിവിങ് ടുഗദറും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ, ഒരുപാട് ആത്മാക്കൾ വരും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, എന്നാലേ അവർക്ക് അത് ദൈവസന്നിധിയിൽ അവർക്ക് അവരുടെ നറുക്കെടുക്കുള്ളൂ. ഒരു കുർബാന അവിടെ നടക്കണമെന്ന് വിചാരിച്ചിട്ട് ശുദ്ധീകരാത്മാക്കൾക്ക് അങ്ങനെ ഗുണം കിട്ടില്ല. ആരെങ്കിലും അവരുടെ പേര് പറഞ്ഞ് കുർബാനയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറയണേ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരാത്മാക്കൾ എന്ന് പറയണം. അപ്പം എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും ഈശോയുടെ ആ തിരുരക്തത്തിൻ്റെ പാപമോചനം അവർക്ക് കിട്ടും. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആത്മാക്കൾ വന്നു. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നിൽക്കാനൊന്നും ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇരിക്കുകയുള്ളൂ എപ്പോഴും. അതുപോലെ എനിക്ക്
തല അങ്ങനെ കുമ്പിടാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പറ്റില്ല. എപ്പോഴും എനിക്ക് കോളർ ഇടണം. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കോളർ ഇടാത്തത് പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കോളർ ഇട്ടിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പ്രാർത്ഥിക്കാൻ. ഞാനപ്പോൾ കുറേ മക്കളെ കണ്ടു, ഇവരൊക്കെ ചെറുപ്പക്കാരാണ്. ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ലിവിങ് ടുഗദറും ആ പാപത്തിൻ്റെ പരിഹാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇവർ മുഴുവൻ വരുന്നത്. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപത്തിൻ്റെ ഇടയിൽ നമ്മൾ ഈശോ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പറയും, നിങ്ങൾ ഈശോ എന്ന നാമം പറയുമ്പോൾ തല കുമ്പിടണം. അത് സാത്താന് ദേഷ്യമാണ്. കാരണം ദൈവത്തിനെ അംഗീകരിക്കുന്നതല്ലേ, ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതല്ലേ. അവനത് പറ്റില്ലല്ലോ. അപ്പോൾ ഈശോ എവിടെയൊക്കെ അപമാനിക്കപ്പെടുന്നുണ്ടോ അതിന് പരിഹാരമായിട്ട് നമുക്ക് ഈശോ എന്ന നാമം പറയുമ്പോൾ കുമ്പിട്ട് വണങ്ങാം. ശ്രാപ്യന്മാരോടും ക്രോവേന്മാരോടും ബദ്രാസനന്മാരോടും അധികാരികളോടും താത്വികന്മാരോടും പ്രാഥമികന്മാരോടും മുഖ്യദൂതന്മാരും ദൈവദൂതന്മാരോടും ചേർന്ന് നമുക്കും പിതാപുത്ര പവിത്രാമിനെ കുമ്പിട്ട് ആരാധിക്കാം. സാത്താന് ദേഷ്യം വരട്ടെ, അവൻ പോട്ടെ, അവൻ്റെ ശക്തി കുറയട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഇത് മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യാറില്ല. എനിക്ക് ഈശോ എന്ന് പറയുമ്പോൾ തല കുമ്പിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയൊന്ന് കാണിക്കാനേ പറ്റുള്ളൂ. ഞരമ്പുകളൊക്കെ പ്രത്യേക അവസ്ഥയിലല്ലേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഞാൻ കൈകൂപ്പി പിടിച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ കൂട്ടുകാരെ, ഈ ശുദ്ധീകരാത്മാക്കൾ ലിവിങ് ടുഗദർ എന്ന പാപം മനസ്സിൽ കണ്ട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മക്കൾ പറയാണ്, നീ കുമ്പിട്ട് പ്രാർത്ഥിക്കുക എന്ന്. എന്നോട് എനിക്ക് ഒരു സ്വസ്ഥത തരുന്നില്ല. എന്നോട് പറയാം, നീ കുമ്പിട്ട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി. അപ്പം പെട്ടെന്ന് മാനുഷികമായിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കുമ്പിട്ട് പ്രാർത്ഥിച്ചൂടെ എന്ന്, നിങ്ങൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞ മറുപടി കേട്ടിട്ട് എൻ്റെ ഉള്ളിൽ പൊട്ടിക്കറിയാണ്. അവർ പറഞ്ഞു എന്നോട്, ഞങ്ങൾക്കതിന് കൈകളില്ലല്ലോ കൂപ്പാൻ, ഞങ്ങൾക്കിപ്പോൾ ശിരസില്ലല്ലോ കുമ്പിടാൻ, ഞങ്ങൾക്കിപ്പോൾ ശരീരമില്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന സമരസഭയിലെ മക്കളായ നമ്മോട് അവരുടെ യാചനയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയേ. ഞങ്ങൾ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു അവസ്ഥ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാപ്പ് പറയേ. ഞങ്ങൾ ചെയ്യാത്ത ഈ കുമ്പിടൽ നിങ്ങൾ ചെയ്യേ. നിങ്ങൾക്ക് ശരീരമുണ്ടല്ലോ ആത്മാവിനെ ചുറ്റി, ഞങ്ങൾക്കിപ്പോൾ ആത്മാവല്ലേ ഉള്ളൂ, ശരീരം ഇല്ലല്ലോ. ഇനി അവസാന വിധിയിലല്ലേ അവർ ശരീരം സ്വീകരിച്ച് ഒരുമിച്ച് വരിക. ഞാൻ അവരുടെ ആ യാചനയോട് കൂടിയുള്ള പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന്, ദൈവമേ, നമ്മുടെ ഔദാര്യത്തിന് ഭിക്ഷ ചോദിച്ച് നിൽക്കുന്ന മനുഷ്യർ, നമ്മുടെ ഔദാര്യമാണ് അവർക്കുള്ളത്, നമ്മുടെ കരുണ. നമ്മളെന്തെങ്കിലും കൊടുത്താൽ അതവർക്ക് ആശ്വാസം. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടുത്തേക്ക് വരുന്നത്? എന്താ സഹനം കിട്ടണേ? സഹനം കിട്ടുമ്പോഴേക്കും എല്ലാവരും പറയും, ഓ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സഹന. ഒരു സഹനം അങ്ങനെ ഒരിക്കലും പറയണ്ട. ഞാൻ ഈ ആത്മാക്കളെ കാണാൻ തുടങ്ങുന്നതിനൊക്കെ മുൻപേ എനിക്ക് സഹനായിരുന്നു. 17 വയസ്സ് മുതലേ സഹന, ഓർമ്മ വെച്ച് അന്ന് മുതലേ സഹന. അന്ന് ആത്മാക്കൾ എന്ത് പ്രേതം എന്നൊക്കെ ചെറുപ്പത്തിൽ പറയുക. അപ്പം അന്നൊന്നും അറിവില്ലാത്ത കാര്യത്തിൽ കർത്താവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സഹനം തന്നെ കിട്ടും. അത് തന്നെയല്ലേ ഓരോ പ്രത്യക്ഷീകരണങ്ങളും നമ്മൾ കാണുന്നത്. ഈശോ മാതാവ് മരിയാനോട് ചോദിച്ചില്ലേ, പരിശുദ്ധ അമ്മയും, മോളെ നീ സ്വർഗത്തിൽ നിനക്ക് തുടരണോ അതോ ഭൂമിയിൽ കുറച്ച് നാളും കൂടി നീ സഹനം ഏറ്റെടുക്കോ? ആർക്ക് വേണ്ടി? 20-ാം നൂറ്റാണ്ടിന് ശേഷം നമ്മുടെ കാലത്ത് വരുന്ന പാപങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട് 443 വർഷം മുമ്പ് ജീവിച്ച മദറിനോട് ചോദിക്കുകയാണ്, നീ 400 കൊല്ലം കഴിഞ്ഞ് ചെയ്യാൻ പോണ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ലോകത്ത് ജീവിക്കുമെന്ന്. അങ്ങനെയാണ് ആ മദർ പിന്നെ ജീവിച്ച് 72 വയസ്സിൽ ജീവിച്ച് സഹനം ഏറ്റെടുത്തത്. അപ്പം ലോകത്ത് ജീവിക്കുക എന്ന് പറഞ്ഞ സഹനാണല്ലോ. അപ്പോൾ ഈ ശുദ്ധീകരാത്മാക്കളൊക്കെ നമ്മുടെ അടുത്തേക്ക് എന്താ വരുന്നത്? പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തേക്ക്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഭിക്ഷക്കാർ വരും നമ്മുടെ വീട്ടിൽ. നമ്മളൊരു 10 രൂപ കൊടുത്താൽ അടുത്ത ആഴ്ചയിലും അവർ വരും. ഇവിടെ വന്നാൽ കിട്ടും എന്നറിയാം.
പക്ഷേ പല വീടുകളിലും ചിലപ്പോൾ ഇവർ കയറി വരുമ്പോൾ ഗേറ്റ് അടയ്ക്കും, പട്ടിയുണ്ട് സൂക്ഷിക്കുക, പട്ടീനെ വെച്ചിടും. പിന്നെ ഇവർ ആ ഭാഗത്തേക്ക് പോകില്ല. ഈ ആക്രി കച്ചവടക്കാർ നോക്കിയേ, പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്നവരെ അവർ വന്നിട്ട് ഓരോ വീടുകളിലും ചോദിക്കും, ഉണ്ടോ പഴയ സാധനങ്ങളുണ്ട്. കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒന്നുമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് പിന്നത്തെ പ്രാവശ്യം അവരത് സ്കിപ്പ് ചെയ്ത് വിടും, അടുത്ത വീട്ടിലേക്ക് പോകും. ചെന്ന് ചോദിച്ചാൽ കിട്ടും എന്നുള്ളവരുടെ അടുത്തേക്ക് വരുള്ളൂ. അതുകൊണ്ടായി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അവർ കൂട്ടായ്മകളിലേക്ക് ഒരാൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് കാണുന്നത്. ഞാൻ ഇവരുടെ പറച്ചിൽ കേട്ടപ്പോഴേ ഭയങ്കര സങ്കടമായി. ഞാൻ അപ്പം മുതൽ ഈശോ എന്ന നാമത്തിൻ്റെ മുമ്പിൽ നന്നായി കുമ്പിട്ടു. തല കുമ്പിടാൻ പാടില്ലാത്ത ഞാൻ അങ്ങനെ കുറേ പ്രാവശ്യം കുമ്പിട്ടപ്പോൾ എൻ്റെ തല ഔട്ട് ഓഫ് ഓർഡറായി. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെയൊക്കെ വളരെ വിഷമമായിരുന്നു. ഞാനിപ്പോൾ ഇന്നിതിട്ടത് ഇനിയിപ്പോൾ എപ്പോഴാണ് എൻ്റെ സ്റ്റേജ് മാറുക എന്നറിയില്ല. ഉള്ള ആരോഗ്യത്തിൽ ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. എനിക്ക് നിങ്ങളോട് 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. നന്നായി പ്രാർത്ഥിക്കണം, പാപികൾക്ക് വേണ്ടിയും ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടിയും, നമ്മുടെ മക്കൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് പുറത്ത് പഠിക്കാൻ പോയിട്ടുള്ളവർക്ക് വേണ്ടി അമ്മമാരെ അപ്പന്മാരെ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചോ, ഉരുകി പ്രാർത്ഥിച്ചോ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് വേദനയോടുകൂടെ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അവസാന കാലമാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട 2-3 കാര്യങ്ങളേ ഉള്ളൂ. പാപികളുടെ മാനസാന്തരം, ലോകം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം, ശുദ്ധീകരാത്മാക്കളുടെ വിടുതൽ. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈശോയോടൊപ്പം നമ്മൾ സഹിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഇത് തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ഓരോ കുർബാനയിലും നിങ്ങൾ ഓർക്കണേ, എവിടെയൊക്കെയോ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന മക്കളിലേക്ക് ഈശോയുടെ തിരുവിലാവിനൊഴുകുന്ന തിരുരക്തം ഒഴുകട്ടെ 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 എന്ന് പ്രാർത്ഥിക്കണം. തിരുരക്തം കൊണ്ട് അവരെ കോട്ട കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. എവിടെയൊക്കെയാണ് ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത പാപങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്, ഗൂഢാലോചന നടത്തുന്നത്, അവിടേക്കെല്ലാം തിരുരക്തത്തിൻ്റെ കോട്ട ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമുക്കിനി അതല്ലേ കഴിയുള്ളൂ. ഞാൻ ഇതിനോട് ചേർന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് പറഞ്ഞു തരാം. മിഖായേൽ മാലാഖയുടെ ജപമാല നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഇത് നമ്മുടെ കടമയാണ് കേട്ടോ. നിങ്ങളുടെ മക്കളൊന്നും ആ പ്രായത്തിലില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരവും പാപികളുടെ മാനസാന്തരവുമാണ് ഈശോ പറയുന്ന സുവിശേഷം. നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെയ്തു കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. അന്ത്യവിധിയിൽ നീ എത്ര ആത്മാക്കളെ നേടിയെന്ന് ഫൗസ്റ്റീനയോട് ചോദിച്ച പോലെ ചോദിക്കും. നിങ്ങൾ അവിടെ പോയി നിയോഗം വെച്ച് ഇവിടെ പോയി നിയോഗം വെച്ച് ഞങ്ങളുടെ കാര്യം നടക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം. അതിനൊന്നും ഒരു ഫലമില്ല. നമ്മൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നേ. അത് മാറ്റി ഇനി ആത്മീയതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ട കാലം അതിക്രമിച്ചു. പ്രിയ സഹോദരങ്ങളെ, യൂദായുടെ പുസ്തകം 1:23 പറയുന്നു, അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. ഇത് ശുദ്ധീകരണാഗ്നിയാണ് പറയുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ ലോകത്ത് പാപത്തിൻ്റെ അഗ്നിയിൽ കിടക്കുന്നവരുണ്ട്. കുട്ടികളോടൊന്നും പറഞ്ഞാൽ അവർ ചെവി കൊള്ളില്ല. പിന്നെ ഈ അമ്മാമിക്ക് വേറെ പണിയില്ലേ, ഈ അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ, പഴഞ്ചൻ ന്യായങ്ങളുമായിട്ട് നടക്കുക. എന്താ ഇപ്പോൾ കുഴപ്പം ഇങ്ങനെ ചെയ്താൽ? ഞങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ? രക്ഷയില്ല സഹോദരങ്ങളെ. പിശാച് സകല മക്കളിലും തെറ്റായ ബോധ്യങ്ങൾ കൊടുക്കുന്ന കാലമാണ്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. വിശുദ്ധ മിഖായേലിൻ്റെ ജപമാല നമുക്ക് ചൊല്ലാം. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഈ ജപമാല നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ കോർത്തുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചൊല്ലുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ജപമാല ആദ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, എൻ്റെ സഹായത്തിന് വരണമേ. കർത്താവെ, എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അത് കഴിഞ്ഞാൽ 1-ാം രഹസ്യമാണ്. ഇങ്ങനെയാണ്: ഒരു സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിയമേ,
ജപവും അടങ്ങുന്ന 9 ദശകങ്ങളാണ് ഇതിലുള്ളത്. 9 വൃന്ദം മാലാഖമാരെ നോക്കിയിട്ട് ഓർത്ത് ചെന്ന് അവരോട് ചേർന്ന് നമ്മൾ പിതാ പുത്ര പവിത്രാമനെ ആരാധിക്കുകയാണ്. സ്വർഗത്തില് വേറൊരു പണിയില്ല എന്നറിയാലോ. 24 hours ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ആരാധനയോട് ചേർന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പിതാവിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം, പരിശുദ്ധ തൃത്വത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വിടുതൽ കിട്ടും, മിഖായേൽ ഇറങ്ങി വരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേൻ. ദൈവമേ എൻ്റെ സഹായത്തിന് വരണമേ, കർത്താവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ. അത് കഴിഞ്ഞാൽ 1-ാം രഹസ്യമാണ് ഒരു സ്വർഗസ്ഥനായ പിതാവ്. അതിൽ ചെല്ലേണ്ട പ്രാർത്ഥന വിശുദ്ധ മിഖായേലിൻ്റെയും 1-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ശ്രാപ്യന്മാരുടെയും മധ്യസ്ഥതയാൽ പരിപൂർണമായ സ്നേഹാഗ്നിയിൽ ജ്വലിച്ചെരിയുവാൻ കർത്താവ് നമ്മെ യോഗ്യരാക്കട്ടെ, ആമീൻ. ഇത് പറഞ്ഞിട്ട് ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. പിന്നെ 2-ാം വൃന്ദം, 2-ാം രഹസ്യം പ്രാർത്ഥന ഇങ്ങനെയാണ്: വിശുദ്ധ മിഖായേലിൻ്റെയും 2-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ കെരൂബുകളുടെയും മധ്യസ്ഥതയാൽ പാപമാർഗങ്ങൾ ഉപേക്ഷിക്കുവാനും ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് നടന്നെടുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. 3-ാം രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 3-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ഭദ്രാസനന്മാരുടെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ അരൂപിയാൽ നമ്മുടെ ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ. 4-ാമത്തെ രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 4-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ അധികാരന്മാരുടെയും മധ്യസ്ഥതയാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചടക്കുന്നതിനും അനിയന്ത്രിതമായ ആസക്തികളെ കീഴ്പ്പെടുത്തുന്നതിനുമുള്ള കൃപ കർത്താവ് നമ്മിൽ ചൊരിയട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. 5-ാമത്തെ രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 5-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ താത്വികന്മാരുടെയും മധ്യസ്ഥതയാൽ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നതിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. 6-ാം രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 6-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ബലവാന്മാരുടെയും മധ്യസ്ഥതയാൽ പിശാചിന്റെ കെണികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിക്കട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. 7-ാം രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 7-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ പ്രാഥമികന്മാരുടെയും മധ്യസ്ഥതയാൽ യഥാർത്ഥ അനുസ്മരണത്തിന്റെ അരൂപിയാൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. 8-ാം രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 8-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ മുഖ്യദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ സത്യവിശ്വാസത്തിലും സുഹൃതങ്ങളിലും ഉറച്ചു നിൽക്കുന്നത് വഴി സ്വർഗീയ സൗഭാഗ്യം ലഭിക്കുന്നതിനുള്ള കൃപാവരം കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ. 9-ാം രഹസ്യം വിശുദ്ധ മിഖായേലിൻ്റെയും 9-ാം സ്വർഗീയ വൃന്ദം മാലാഖമാരായ ദൈവദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ ഇഹലോക ജീവിതത്തിൽ മാലാഖമാരുടെ സംരക്ഷണം സിദ്ധിച്ച് സ്വർഗഭാഗ്യം പ്രാപിക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ, ആമീൻ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, 3 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം. അങ്ങനെ ഈ ജപമാല കഴിയും. പിന്നെ നമുക്ക് അവസാനം ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് 4 സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം. അത് ആദ്യം തന്നെ കോർത്തിട്ടിട്ടുണ്ട്, നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ആ 4 സ്വർഗസ്ഥനായ പിതാവ് ഇതിനുള്ളതാണ്: വിശുദ്ധ മിഖായേലിന്റെ സ്തുതിക്കായി, വിശുദ്ധ ഗബ്രിയേലിന്റെ സ്തുതിക്കായി, വിശുദ്ധ റഫായേലിന്റെ സ്തുതിക്കായി, കാവൽ മാലാഖമാരുടെ സ്തുതിക്കായിട്ട്. ഇതാണ് ഒല്ലൂർ പള്ളിയിലെ രൂപക്കൂട് ഇറങ്ങുമ്പോൾ ഇറങ്ങുന്ന 4 മാലാഖമാരിതാണ്: മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, കാവൽ മാലാഖി. സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായേലെ, ശ്രേഷ്ഠനായ രാജകുമാര, സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ, ആത്മാക്കളുടെ സംരക്ഷകനെ, വിമതരായ അരൂപികളെ അടിച്ചമർത്തുന്നവനെ, സ്വർഗീയ രാജാവിന്റെ ഭവനത്തിലെ സേവകനെ, ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ, അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും വിളങ്ങുന്നവനെ, വിശ്വാസപൂർവം അങ്ങേ പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടനിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തിയാൽ കൂടുതൽ വിശ്വസ്തയോടെ ദൈവത്തെ അനുദിനം സേവിക്കാൻ അനുഗ്രഹിക്കണമേ. ഈശോമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ
തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായേലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സാത്താൻ മനുഷ്യരെ പതിര് പോലെ പാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൂതന്മാരുടെ സഹായം വളരെ വളരെ ആവശ്യമാണ്. മുഖ്യദൂതന്മാരുടെയും സ്വർഗീയ വൃന്ദങ്ങളുടെയും. ബാറൂക്ക് 6:6 പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും, അവൻ നിങ്ങളുടെ ജീവൻ രക്ഷിക്കും. അവസാന കാലത്തിലെ കർത്താവ് യേശു മിശിഹ നേരിട്ട് വന്ന് നമ്മളെ രക്ഷിക്കുകയല്ല ചെയ്യുന്നത്, പരിശുദ്ധ അമ്മയെയും വിശുദ്ധ മിഖായേലിനെയുമാണ് അയക്കുക. നമുക്ക് ഓരോ കാവൽ മാലാഖമാരെ കർത്താവ് തന്നിട്ടുണ്ട്. ആ മാലാഖമാരെ നിരന്തരം വിളിച്ച് അവർ ഗൈഡ് ചെയ്യുന്ന വഴി കൂടെ പോയാൽ ഒരു പരിധി വരെ നമുക്ക് തെറ്റുപറ്റില്ല. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ മക്കളെ കാണണം. സ്വർഗീയ രാജകുമാരോട് പറയണം, ഞങ്ങളുടെ മക്കളുടെ അടുത്ത് നീ കോട്ട കെട്ടി നിൽക്കണേ. അപ്പോൾ ഈ 9 വൃന്ദത്തിലും നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. അതുപോലെ യാത്ര ചെയ്യുന്ന മക്കൾ, നമ്മളെല്ലായ്പ്പോഴും മക്കളെ ഇങ്ങനെ മാലാഖമാരുടെ സംരക്ഷണത്തിൽ വെക്കണം. ഇതൊക്കെ ചെയ്യാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. എത്ര നാൾ ഈ യൂട്യൂബും ഈ മീഡിയാസൊക്കെ പ്രവർത്തിക്കുന്നു നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ മനസ്സിലത് ഫീഡ് ചെയ്ത് വെക്കുക. ഇതൊക്കെ എഴുതി സൂക്ഷിച്ചാൽ നല്ലതാണ്. ഞാൻ മരിച്ചു പോയാലും ഞാനിതൊക്കെ എഴുതി, ഞാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും. ഇത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഈശോ പറയും ഇത് അത്യാവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് യൂട്യൂബിലിടുകയാണ്. ഇത് അത്യാവശ്യമാണ്. അവസാന കാലത്തിൽ പരിശുദ്ധ അമ്മയും വിശുദ്ധ മിഖായേലുമാണ് നമ്മളെ രക്ഷിക്കാനായിട്ടും നമ്മളെ വഴി നടത്താനായിട്ടൊക്കെ വരുന്നത്. മാലാഖമാരെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു ജീവിതമില്ല കേട്ടോ. ജനിച്ച നാൾ മുതൽ, ജനിച്ച് വീഴുമ്പോൾ മുതൽ ഒരു കുഞ്ഞു മാലാഖ നമ്മുടെ ഒപ്പം ഉണ്ട്. അത് മരണം വരെ മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലം വരെ അതുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തും നമ്മുടെ കാവൽ മാലാഖ നമുക്ക് പോസിറ്റീവ് എനർജി തരും, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യാശ തരുമെന്നാണ് പറയുന്നത്. അവനെ നമ്മൾ ആശ്രയിച്ചാൽ അവൻ നമ്മളെ ലിംബോയിലേക്ക്, സ്വർഗതുല്യമായ സ്ഥലത്ത് എത്തിക്കുന്നത് വരെ നമ്മെ സഹായിക്കും. അതുകൊണ്ട് നമ്മുടെ കാവൽ മാലാഖനെ മറക്കരുത്. സ്വർഗീയ രാജകുമാരനായ വിശുദ്ധ മിഖായേലിനെയും 9 വൃന്ദം മാലാഖമാരെയും എപ്പോഴും മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾ കേട്ട 2 കാര്യങ്ങൾ മനസ്സിൽ നിന്ന് മറക്കരുത്. ലിവിങ് ടുഗദർ എന്ന മഹാ അപരാധം ചെയ്യുന്ന മക്കളെ അതിൽ നിന്ന് വിടുവിക്കണമേ, മോചിപ്പിക്കണമേ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങൾക്ക് കൈയില്ലല്ലോ, ഞങ്ങൾക്ക് ശിരസില്ലല്ലോ, ഞങ്ങൾക്ക് ശരീരമില്ലല്ലോ ഇനി ഈ ഭക്താഭ്യാസം നടത്താൻ എന്ന് പറയുന്ന പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും നമുക്ക് കാഴ്ചവെക്കാം. അവർക്ക് കൈയില്ല, അവർക്ക് കാലില്ല, അവർക്ക് ശിരസില്ല. നമുക്കതുണ്ട്. ആ ഉള്ളത് വെച്ച് നമുക്ക് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം, ലോകത്തിൻ്റെ പാപങ്ങൾക്കും പരിഹാരം ചെയ്യാം. എന്തിനു പറയുന്നു? ഇന്നലെ അവർ നിർബന്ധിച്ചതുകൊണ്ട് തല കുമ്പിട്ട് ഇന്നിപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലായി. ഇപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അവസാന കാലത്ത് ഒത്തുചേർന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കുറേ അറിവുകളൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനകളൊക്കെ മുടക്കം വരാതെ ചൊല്ലാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.